ആവിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് വൈകുന്നേരം 4 മണി പലഹാരമായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു ചിക്കൻ അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളും. ചെറുതായിട്ട് മുറിച്ചതുകൊണ്ട് തന്നെ വേവാൻ ഒരുപാട് പാട് കാണില്ല. ഇതിപ്പോൾ നോക്കൂ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം മുഴുവനായിട്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സവാളയും ക്യാപ്സിക്കവും ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. അതിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോവാതെ നോക്കണം കേട്ടോ. ഇപ്പം നോക്കൂ, അതൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനായിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പലഹാരത്തിൻ്റെ പുറമേയുള്ള കവറിങ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അത് ഇടിയപ്പമാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ കൂട്ടാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മാവെല്ലാം തന്നെ നന്നായിട്ട് ഒന്ന് നനഞ്ഞ് വരുന്ന രീതിക്ക് ആദ്യം തിളച്ച വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല അത് കറക്റ്റ് പാകത്തിനായോ എന്ന്. മാവെല്ലാം ഒന്ന് നനഞ്ഞ് വന്നതിന് ശേഷം ഈ ഒരു പാകത്തിനായതിനു ശേഷം നമുക്ക് ചൂടൊന്ന് അല്പം അറിയതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അഥവാ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പാകത്തിന് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. നമ്മളുടെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ് തന്നെ ഉണ്ടാക്കണമെന്നില്ല. ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ടും ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇടിയപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് സേവനാഴിയിൽ ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തടവി എടുക്കുന്നുണ്ട്. ഒട്ടും പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഇതുപോലെ തടവി കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു സേവനാഴിയിൽ നിറച്ചു കൊടുക്കാം. ഇതൊക്കെ ഇടിയപ്പം നമ്മൾ തയ്യാറാക്കിയെടുക്കണ ആ ഒരു രീതിക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില വാട്ടിയിട്ടൊന്നുമില്ല, നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഈ ഒരു ഇടിയപ്പം പിഴിഞ്ഞിടാം. ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നല്ലപോലെ തന്നെ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ചെറുതായിട്ട് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു ഇലയോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇല വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റീമറിൻ്റെ പാത്രത്തിലേക്ക് ഇല വെച്ചിട്ട് ബാക്കിയുള്ളത് അതിലേക്ക് വെച്ച് കൊടുത്താലും മതിയാകും. അപ്പോൾ അതാ സ്റ്റീമറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആവി നല്ലപോലെ വന്നതിന് ശേഷമാണ് ഈ ഒരു ഇലകൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ 6 എണ്ണമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഞാനിവിടെ ഇഡ്ഡലി തട്ടും കൂടെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, മേക്കുമേലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വേവാൻ ഒരല്പം സമയം കൂടുതൽ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ ആവി കയറ്റി എടുക്കാം. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഇതുപോലെ തൊട്ട് നോക്കുക. തൊട്ട് നോക്കുമ്പോൾ ഒട്ടും പറ്റിപ്പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇത് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള നമ്മളുടെ നൂലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. വൈകുന്നേരം ചായയുടെ കൂടിയും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.